കൊടുക്കുന്നു. അവിടുന്ന് ശിഷ്യകരങ്ങൾ ചെന്നുകൊണ്ട് 10 ലക്ഷത്തിലപ്പുറം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ മഹത്തുക്കളായ ശിഷ്യകരങ്ങൾ അവിടുത്തെ അരികിലേക്ക് ചെന്നുകൊണ്ട് യാ ഇമാമൽ മുത്തഖീൻ, യാ ഇമാമൽ മുത്തഖീൻ, എന്തിനാണ് തങ്ങളെ മദീനയുടെ പുറത്ത് വന്ന് കിടക്കുന്നത്? അവിടുന്ന് പറയുന്നു, എന്റെ പൊന്നുമക്കളെ, ശിഷ്യകരങ്ങളെ മാടി വിളിച്ചുകൊണ്ട് അവിടുന്ന് വിവരിക്കുന്നത്, ഈ പാവപ്പെട്ട മാലിക് 40 കൊല്ലമായി ഇവിടെ ദർസ് നടത്താൻ തുടങ്ങിയിട്ട് ഞാനിവിടെ ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല, ഞാനിവിടെ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. എന്റെ പൊന്നുമക്കളെ, ഈ പാവപ്പെട്ട മാലിക് മദീനയിൽ ഉറച്ചു വന്ന് ഉറങ്ങിപ്പോയാൽ എന്റെ കാല് അറിയാതെ റസൂലുള്ള കിടക്കുന്ന ഭാഗത്തേക്ക് ഞാനങ്ങ് നീട്ടിപ്പോകുമോ? ഈ പാവപ്പെട്ട മാലിക്കിന്റെ കാല് റസൂലുള്ളാഹിന്റെ കാലത്തേക്ക് വീണ്ടുപോകുമോ? അത് പേടിച്ചിട്ടാണ് പുറത്തു വന്ന് കിടക്കുന്നത്. ഇത് പറഞ്ഞുപോയ മാലിക് തങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ ആ പൊന്നുമക്കളാണ് അബൂ ഹനീഫ തങ്ങളെ പിടിച്ചു നിർത്തിയത് 8 ദിവസത്തോളം. ആ നേതാവ് പറയുന്നു, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മുസ്ലിമീങ്ങൾക്കും അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ പോലെയുള്ള നിങ്ങളുടെ പിൻഗാമികളെ കുറിച്ച് പറയുന്നത്, അലാമത്തു സൂഇൽ ഖാതിമത്തി സലാസ, തർക്കു ശുക്രി അലാ നിഅമത്തിൽ ഇസ്ലാം, വതർക്കു ഖൗഫി സൂഇൽ ഖാതിമ വദുൽമുൽ ഇബാദ്. സുബ്ഹാനല്ലാഹ്. നാട്ടുകാരെ, ഞാൻ എന്തിനാണ് ഇത്ര നേരം ഈ കാര്യം പറഞ്ഞത്? ഇന്ന് പല ഭാഗത്തും പല ശൈലിയിലുമാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വായിച്ചു കൽപ്പിച്ചത് ചിന്തിപ്പിക്കേണ്ടുന്ന ഒരാശയമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഏതൊരു മുസ്ലിമിനും ഈമാനോടുകൂടെ ഭരിക്കണം. ഒരു ദിവസം 1000 റക്അത്തുകൾ വീതം നിസ്കരിക്കുന്ന ആളുകൾ ഒരു ദിവസം 1000 റക്അത്തുകൾ നിസ്കരിച്ചിട്ട് രാത്രി ഉറങ്ങുമ്പോ 100 കണക്കിന് സ്വലാത്തുകൾ മുത്തുനബിയുടെ ചാരത്തേക്ക് ചൊല്ലിക്കൊണ്ട് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് കണ്ണീരൊടുക്കി ഉറങ്ങാൻ കഴിയാതെ വേദനിച്ച് കണ്ണീരൊടുക്കി പോയ മഹാരഥന്മാർ അവരൊക്കെ വല്ലാത്ത കരച്ചിൽ. ശിഷ്യഗണങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? എനിക്കൊന്നുമില്ലല്ലോ, ഒന്നുമില്ലാതെയാണോ ഞാൻ നാളെ മരിക്കുക? ആരാണ് ഈ പറയുന്നത്? എന്റെ ഉപ്പമാരെ നെഞ്ചത്ത് കൈവച്ച് നമ്മളൊന്ന് വിലയിരുത്തുക. ഇമാം ഖുർത്തുബി എന്ന ഒരു വലിയ പണ്ഡിതൻ, പരിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിപ്പോയ പണ്ഡിതൻ, ഒരുപാട് ആലിമീങ്ങൾ ആ പണ്ഡിതൻ എഴുതിയ കിതാബുകൾ മറിച്ചുകൊണ്ട് അവിടുന്ന് മുതാലഅ ചെയ്യുന്നു. അവിടുന്ന് സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ച ഗ്രന്ഥങ്ങൾ നിരവധിയാണ്. വല്ലാത്തൊരു പണ്ഡിതൻ, വല്ലാത്തൊരു ആലിമ്, അല്ലാഹുവിന്റെ മഹത്തുക്കളിൽപ്പെട്ട വലിയൊരു മഹാൻ. ആ മഹാൻ അവിടുന്ന് കണ്ണുനീരൊടുക്കുന്നത് പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുകയാണ്. എന്താണ് അവിടുന്ന് കരയുന്നത്? എന്താണ് കരച്ചത്? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുന്ന് കരഞ്ഞു. ശിഷ്യഗണങ്ങൾ ചെന്നുകൊണ്ട് അടുത്തു ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി കൊടുക്കുന്നു. ലാ അഖൂലു ദാലിക, ഞാനത് പറയൂല മക്കളെ. മുതഅല്ലിമീങ്ങളെ ഉസ്താദിന് ദിക്ർ ചൊല്ലിക്കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ 3 കാര്യം ഞാൻ ഇവിടെ വായിച്ചു കൽപ്പിച്ച് പ്രസംഗം നിർത്തും. വല്ലാതെ നീട്ടുകയില്ല. 10 മണിയുടെ മുമ്പ് ഞാൻ ഈ വാഴ നിർത്തും. ഞാനിവിടെ പറയുന്നത് ലാ അഖൂലു ദാലിക, ലാ അഖൂലു ദാലിക, ഞാനത് പറയൂല മക്കളെ. ഖുർത്തുബി മരണത്തോട് മല്ലിടുന്നു. എന്താണ്, എപ്പോഴാണ് നടക്കുന്നത്? മരണത്തോട് മല്ലിടുന്ന സമയത്താണ് ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നത്. ഞാനത് പറയില്ല. മുതഅല്ലിമീങ്ങളൊക്കെ കരഞ്ഞു. പ്രായം ചെന്ന ഉപ്പമാരെ
ദീനിന്റെ ഖാദിമീങ്ങളായ മുതഅല്ലിമീങ്ങൾ ഒരുപാട് ശിക്ഷകരങ്ങളുള്ള ഒരു പണ്ഡിതനാണ് ഖുർത്തുബി. മുതഅല്ലിമീങ്ങളൊക്കെ കറഞ്ഞപ്പോ അവിടുന്ന് പെട്ടെന്ന് ഒരു തെളിവ് അവിടുന്ന് ചോദിച്ചു, മക്കളെ എന്തിനാ നിങ്ങൾ കരയുന്നത്? ഒന്നുമല്ല, ദിക്റ് ചൊല്ലി തന്നപ്പോ ലാ അഖൂൽ ഞാനത് പറയൂല എന്ന് പറഞ്ഞില്ലേ, അതോർത്തപ്പോ വേദനിച്ചുകൊണ്ട് ഞങ്ങൾ കരയുകയാണ്. ഖുർത്തുബി പറയാ, എന്റെ മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ചൊല്ലിത്തന്ന ദിക്റ് പറയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാനത് ചൊല്ലില്ല എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് ആ സമയത്ത് എന്റെ അരികിൽ ലഅനത്താക്കപ്പെട്ട പഹയൻ ഇബ്ലീസ് വന്നുകൊണ്ട് ഞാൻ നിന്റെ റബ്ബാണെന്ന് പറയടോ. എന്റെ ശിക്ഷകണങ്ങളെ, രോഗിയായി കിടക്കുന്ന സമയത്തും ആ പഹയൻ എന്റെ അരികിൽ വന്നുകൊണ്ട് ഞാൻ നിന്റെ റബ്ബാൻ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ അവനോട് പറഞ്ഞതാണ് ലാ അഖൂലു ദാലിക, ഞാനത് പറയൂലടോ. എന്താണ് എന്റെ പിതാക്കളെ കേൾക്കുന്നത്? ഖുർത്തുബിയുടെ അരികിൽ മരണത്തോട് മല്ലിടുന്ന സമയത്ത് ആ ഘട്ടത്തിലാണ് പഹയനായ ഇബ്ലീസ് കൊല്ലുന്നതെങ്കിൽ അന്ന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാനാണ് ഇൽമിന്റെ പട്ടണം, ആ പട്ടണത്തിലേക്കുള്ള കവാടം അത് എന്റെ അലിയാണ്. ധീരനായ അലി, നബിത്തങ്ങളുടെ മരുമകനായ അലി വലിയ പണ്ഡിതനല്ലേ. നേരെ മറിച്ച് നബിത്തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ വഫാത്താകുന്ന സമയത്ത് എല്ലാവരും ഒത്തുനോക്കുന്നത് അവിടെയുള്ള ഇമാമ ഇനി അവിടെ ദർസ് നടത്തുന്നത് അത് അലിയായിരിക്കും. അലിയായിരുന്നേ അലിയായേക്കാം. അവരവർ പരസ്പരം എന്ന് പറയുന്നു. അപ്പോഴാണ് മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എത്ര വലിയ മഹത്തുക്കളാണ്, വലിയ വലിയ മഹാന്മാർ ഒരുമിച്ച് കൂടിയിട്ട് അബൂ ഹുറൈറ റസൂലുള്ളാഹിന്റെ പൊന്നു ശിഷ്യനാണ്, നബി തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അവിടുന്ന് മദീനത്തെ പള്ളിയിൽ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ചുപോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ ഓരം പറ്റി ജീവിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തിരുന്നുകൊണ്ട് ദർസ് നടത്തിപ്പോയ ആ മഹാനാണ് ഉമ്മമാരെ. അവസാന സമയത്ത് വല്ലാത്ത കരച്ചിലെന്ന് കരയുന്നു. ആ കരച്ചിൽ കാരണമായി സ്വന്തം ഭാര്യ വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മരണം പേടിയുണ്ടോ? മരണം പേടിയുണ്ടോ? ചോദിക്കുന്ന സമയത്ത് യാ സൗജത്തി, അബൂ ഹുറൈറയുടെ ഓട് പിടിക്കുമ്പോ ഈ അബൂ ഹുറൈറയെ ഇബ്ലീസ് പടപ്പിക്കുമോ? അത് പേടിച്ചിട്ടാണ് കരയുന്നത്. അബൂ ഹുറൈറ പറഞ്ഞുകൊണ്ട് കണ്ണുനീരൊടുക്കുന്നുവെങ്കിൽ പൊന്നു പിതാക്കളെ, ഇസ്ലാമിന്റെ ചുടക്കുട്ടികളെ, അല്ലാഹു മുഅ്മിനാകാൻ ഭാഗ്യം തന്നവല്ലോ. യജമാനനായ റബ്ബ് ഒരു മുസ്ലിമാകാനുള്ള തൗഫീഖ് നൽകിയല്ലോ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അലാമത്തു സൂഇൽ ഖാതിമത്തി സലാസ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണസമയത്ത് കാഫിറായി ചത്തുപോകുന്നതിന്റെ അടയാളം അത് മൂന്നെണ്ണമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്താണിപ്പോ ഇത്രയും നേരം പറഞ്ഞത്? ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ കാഫിറായി മരിക്കുന്നതിന്റെ അടയാളം അത് മൂന്നെണ്ണമാണ്. കള്ളുകുടിക്കുന്ന കുട്ടികൾ, ചീട്ടുകളിക്കുന്ന പെണ്ണുമക്കൾ, കഞ്ചാവിന് അടിമപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹു നൽകിയ തൗഫീഖ് ഓർത്തുകൊണ്ട് എന്റെ അനുജാ, റബ്ബല്ലടോ വലുത്, അവനല്ലേ കണ്ണിന് കാഴ്ച നൽകിയത്, ആ കണ്ണ് വെച്ചുകൊണ്ടല്ലേ കണ്ണു കുടിക്കാൻ പോയത്? മോനെ, മനസാക്ഷിയോടൊന്ന് ചോദിക്കുക. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു,
ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കാര ചാന്ത് വെച്ചൊരു മനുഷ്യൻ മരിക്കുന്ന സമയം ഈമാനില്ലാതെ കാഫറായി മരിക്കുന്നതിനടയാളം അത് 3 എണ്ണമാണ്. അനുചരന്മാരൊക്കെ കരഞ്ഞു, കൂട്ടുകാരൊക്കെ വല്ലാതെ കരഞ്ഞുപോയി. ഈമാനില്ലാതെ ചത്തുപോകുന്നതിന്റെ അടയാളം 60 കൊല്ലത്തോളം അവിടുന്ന് ഇബാദത്തെടുത്ത ബർസീസെ പോലുള്ള ആളുകൾ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് കാഫറായി ചത്തുപോകുന്നു. മഅദല്ലാഹ്, ഇസ്ലാമിൽ നിന്ന് തെറിച്ചിട്ട് ചത്തുപോകുന്നു. 55 കൊല്ലം തീയനായി ജീവിച്ച ആളുകൾ മജൂസിയ. പക്ഷേ അള്ളാഹു ബഹുമാനിച്ചൊരു വസ്തുവിനെ ബഹുമാനിച്ചു. അത് കാരണമായി ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. തൗഹീദിന്റെ കെരമൂച്ചരിച്ച് 50 കൊല്ലം അമുസ്ലിമാണ്. മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഇസ്ലാമിലേക്ക് വന്നു. കലിമ ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിച്ചതാ മരിക്കുന്നു. എന്റെ പിതാക്കളെ, രണ്ടും പാഠമാണ്. 60 കൊല്ലം വ്യാപകരില്ലാതെ ഇബാദത്തെടുത്ത മനുഷ്യൻ കാഫറായി ചത്തുപോകുന്നു. 55 കൊല്ലം ദീനിലേക്ക് കടന്നു വരാത്തവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മണിക്കൂറുകളായിട്ടേ ഉള്ളൂ ഇസ്ലാമിന്റെ മോനായി തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നു. ഇത് 2 മുസ്ലിം സമുദായത്തിനൊരു പാഠമാണ്. എങ്കിൽ ഞാനിവിടെ പറയട്ടെ, മരിക്കുമ്പോ ഈമാനില്ലാതെ മരിക്കുന്നതിന്റെ അടയാളം അത് 3 എണ്ണമാണ്. എല്ലാവരും നോക്കി നിൽക്കുന്നു. എന്റെ പെങ്ങളെ, പ്രായമുള്ള ഉമ്മമാരെ, എല്ലാ മുഅ്മിനീങ്ങളും അവിടുത്തെ ആ ഉപദേശം ഒന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. എന്താണ് അവിടുന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, അല്ലാഹു ഒരു മനുഷ്യന് മുസ്ലിമാകാനുള്ള ഭാഗ്യം കൊടുത്തു. അല്ലാഹു തആല ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിന, ഒരു മനുഷ്യന് മുസ്ലിമാകാനുള്ള തൗഫീഖ് കൊടുത്തു. ഒരുപാട് കുട്ടികൾ, എന്റെ കൂട്ടുകാരെ, കൂടെ പഠിച്ച, സ്കൂളിൽ പഠിച്ച, കോളേജിൽ പഠിച്ച എത്ര ആളുകളാണ് ഇന്നും ഒരു പള്ളി കാണാൻ കഴിയാതെ, പള്ളിയിലേക്ക് കാലുകുത്താതെ നടക്കുന്നത്? എത്ര ആളുകളാണ് ഇന്നും ഒരു ഖൈറായ സ്ഥലത്ത് വരാൻ ഭാഗ്യം ലഭിക്കാതെ നടക്കുന്നത്? അതുകൊണ്ട് നോക്കുമ്പോ അല്ലാഹു നമുക്ക് വല്ലാത്ത തൗഫീഖ് തന്നു. ഒരു മുസ്ലിമായ മനുഷ്യന് നിഅമത്തുൽ ഇസ്ലാം, ഇസ്ലാമാകുന്ന അനുഗ്രഹം, അല്ലാഹുവിന്റെ ദീനിന്റെ മെമ്പർഷിപ്പ് അല്ലാഹു കൊടുത്തു. അബൂലഹബ് നബി തങ്ങളുടെ അയൽവാസിയായിരുന്നു. 10-15ഓളം കൊല്ലം അയൽവാസിയായി ജീവിച്ചു. 13 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം അയൽവാസിയായി താമസിച്ചു. അല്ലാഹു തആല അവന്റെ ഹിദായത്തിന്റെ നൂറ് കൊടുത്തില്ല. ശബ്ദം കേൾക്കുന്ന ഉമ്മയുണ്ടോ? നബി തങ്ങളുടെ വീടിനോട് ചാരി നിൽക്കുന്ന വീട് അബൂലഹബിന്റെ വീടാണ്. അല്ലാഹു അവന് ഹിദായത്ത്